ഇത്തവണ വന്നതിന് ശേഷം ഫാമിലി നാട്ടിലായതിനു ശേഷം ഞാൻ ഇവരുടെ കൂടെയാണ് ഇപ്പൊ താമസം. മനസ്സിലായോ? ഇവരുടെ കൂടെ താമസമായപ്പോ ഞങ്ങൾ ഇങ്ങനെ കറങ്ങും. ഓരോ രാത്രികളും ഓരോ ദിവസങ്ങളും ഞങ്ങൾ ഇങ്ങനെ കറങ്ങും. ഇത് വലിയൊരു ടണലാണ് കേട്ടോ. ഇത് അൽ ഹയാർ ടണൽ എന്നാണ് ഇതിന്റെ പേര്. ഇത് കുഞ്ഞു ടണലാണ്, വലിയതല്ല. ഇതിനേക്കാൾ വലിയൊരു ടണല് നിങ്ങൾ കാണാൻ കിടക്കുന്നു. वो दूसरा टनल आएगा, कितना दूर थोड़ा देखना सुमन। है ये छोटा है, इससे नेक्स्ट वाला बड़ा है, पत्थर का पहाड़ का नीचे। ആ ഇത് പാറ തുരന്നുണ്ടാക്കിയ ടണലുകളാണ്. നല്ല ഗ്രീനറി കണ്ടു കേട്ടോ. നമ്മളിങ്ങനെ പോകുന്ന യാത്രക്കിടയിലുള്ള കാഴ്ചകൾ നിങ്ങൾക്കായിട്ട് കാണിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാവണം എന്ന് നമ്മൾക്കൊരാഗ്രഹമുണ്ട്. കാരണം എല്ലാവർക്കും എല്ലാ കാഴ്ചകളും ചിലപ്പോൾ കാണാൻ പറ്റുന്നതായിരിക്കില്ല. പലരും പല ജോലികളിൽ സ്ഥലങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ എല്ലാ കാഴ്ചകളും എല്ലാവർക്കും എപ്പോഴും കാണാൻ പറ്റുന്നതൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഞാനും ഈ പറയുന്നത് പോലെ എപ്പോഴും യാത്രകളൊന്നുമല്ല. നമ്മൾ ജോലിക്കിടയിൽ പോവേണ്ടതായ കാര്യങ്ങൾക്ക് പോകുമ്പോൾ അതിലൂടെ കാണുന്ന സംഭവങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. പച്ചപ്പ് കടന്നുപോയി. പിന്നെ വീണ്ടും നമ്മൾ മൊട്ടക്കുന്നിലൂടെ കടക്കുകയാണ്. അറേബ്യൻ താറ് ടൈഗറൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോ കമന്റുകൾ ചിലത് ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതാവണ്ട, ഞാൻ വായിക്കുമ്പോ ഞാൻ ചില വിശദീകരണങ്ങൾ തരുന്നതിനിടയിൽ കമന്റുകൾക്ക് ചില ലാഗ് വരുന്നുണ്ട്. അപ്പൊ അത് ആരും വിഷമം വിചാരിക്കരുത്. ഇവിടെ താഴെ പാർക്കുണ്ട് അപ്പുറത്തെ സൈഡില്. അത് ഞാൻ ഇപ്പുറത്ത് നോക്കിയിരുന്നോണ്ട് അപ്പുറത്തെ സൈഡ് കണ്ടു കിട്ടിയില്ല. അതെ 120ലാണ്. അത് 140 നമുക്ക് പോകാൻ പറ്റും. പക്ഷെ ഇപ്പൊ 120 പോകാൻ പറ്റില്ല. ഇവിടെ സ്പീഡ് കുറഞ്ഞു. ഇപ്പൊ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്കായിട്ട് കാണിക്കുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. എല്ലാ സുഹൃത്തുക്കളും വന്ന് നമ്മുടെ വ്യൂവേഴ്സ് ആവട്ടെ. സബ് ചെയ്യാൻ പറ്റുന്നവർ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇത് ഒരു ചെറിയ കുഞ്ഞു പാർക്കാണ് കേട്ടോ. കൺവെൻഷൻ സെന്റർ ആണത്. ഇവിടെ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട്. യൂട്ടണ് മലിഹ ഷാർജ നമുക്ക് തിരിച്ചു പോകേണ്ട വഴിയാണ് അത് കേട്ടോ. കര കാണാൻ കടലിനക്കരെ എനിക്കുണ്ടൊരു പൂമുത്ത്, കടലേഴും കടന്നു വന്നൊരു പാട്ടുകൾ കഥകളൊക്കെ പറയാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വന്ന് നമ്മുടെ ഈ യാത്രേനെ വൈബാക്കാൻ, നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒരു വൈബ് കൊടുക്കാൻ പറ്റുന്നവരൊക്കെ ഓരോടി ആരുമില്ലേ? അങ്ങനെയുള്ളവര് നമ്മളോടൊപ്പം കൂടാൻ പറ്റിയവരൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഇത്രയും ആളുകൾ വ്യൂവേഴ്സ് ഒക്കെ വന്നിട്ട് വ്യൂവേഴ്സ് വരുന്നവരുണ്ട്. അവരൊക്കെ ഈ പറഞ്ഞതുപോലെ ഇവിടെ ചടഞ്ഞിരിക്കും, സ്റ്റക്കാവും, വരും, സംസാരിക്കും, പാട്ട് പാടും, ഇതൊക്കെ സംഭവിക്കും. പക്ഷെ നമുക്ക് ഫീമെയിൽ വോയിസിൽ നിങ്ങൾക്ക് കഥ പറഞ്ഞു തരാനും പാട്ട് പാടി തരാനും അറിയില്ല എന്നുള്ളതാണ്. അൺഫോർച്ചുനേറ്റ്ലി എന്നല്ല, ഭാഗ്യം കൊണ്ട് തന്നെ ഞാൻ നമ്മള് എന്താ പറയാ, നമ്മുടേതായ ഒരു ഇത് കൊണ്ട് നടക്കുന്ന ഒരാൾ തന്നെയാണ്. അതിൽ നിന്ന് മാറ്റൊന്നുമില്ല. അപ്പൊ നമ്മളോടൊപ്പം കൂടുന്ന കുറച്ച് സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് നമ്മളോടൊപ്പം കൂടിയിട്ടുള്ളൂ. അതല്ലാത്ത ആളുകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ വെൽക്കം ചെയ്യാണ്. നമ്മുടെ UAE